Good morning. Good morning, Miss. Good morning, ma'am. 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 Okay, നമ്മുടെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 5th ചാപ്റ്റർ കേട്ടോ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അപ്പൊ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 5 ആണ് കേട്ടോ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, എത്തിക്സ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട കുറെ അധികം ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ശരിയല്ലേ? ഫിലിംസിലേക്ക് കേട്ടിട്ടില്ലേ നിങ്ങള്? അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ പ്രൊഫഷനുള്ള ആളുകൾ പറയാറില്ലേ, ഞങ്ങളുടെ എത്തിക്സ് ഒന്നും വിട്ട് ഞങ്ങൾ കളിക്കില്ലാന്ന് പറയാറില്ലേ? അത് അവരുടെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾ പാലിക്കേണ്ട കുറെ എത്തിക്സ് ഉണ്ട്, ധാർമ്മികപരമായിട്ടുള്ള കുറെ കടമകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലീഗൽ ഇഷ്യൂസും വരാറുണ്ട് അല്ലെ? നിയമപരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സും ഈ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരാറുണ്ട്. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച്, പ്രധാനമായിട്ടും ഈ 2 കാര്യങ്ങളെ കുറിച്ചുമാണെങ്കിൽ പോലും എത്തിക്കൽ ആസ്പെക്ട് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതേസമയം ലീഗൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. എല്ലാം വളരെ ചുരുക്കിയായിട്ട് പഠിക്കുന്നത്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ ആ ഹോസ്പിറ്റലിനെ ബാധിക്കുന്നതാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടുകൾ, നിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുണ്ടായി രൂപീകൃതമായിട്ടുള്ള വർഷം, എന്തിനു വേണ്ടിയിട്ടാണ് ആക്ട് ഉള്ളത്, എപ്പോ നമുക്കത് പ്രായോഗികമാക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. വളരെ ബ്രീഫായിട്ട് പറയുന്നത്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരുപാട് ക്ലാസ് ഒന്നും നമുക്ക് ഈ ഒരു ചാപ്റ്റർ വേണ്ട. സോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ നമ്മൾ ആദ്യം എത്തിക്കൽ ആസ്പെക്റ്റുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ലീഗൽ ആസ്പെക്റ്റുകളിലേക്ക് പോകുന്നത്. അപ്പൊ എത്തിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ധാർമ്മികപരമായിട്ടുള്ള വശങ്ങൾ അല്ലെ? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കുറച്ച് ധാർമ്മികപരമായിട്ടുള്ള കടമകള് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങള് ആ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റലാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണലിലെ ഓരോ ആളുകളും പാലിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അവിടെ വരെ മാത്രമേ നമ്മൾ എത്തിക്സുമായി ബന്ധപ്പെട്ട ആ ഒരു വശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം നമ്മൾ ലീഗൽ ആസ്പെക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കിടക്കുക. സോ എത്തിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ എന്താണ് ശരിക്കും ഒരു എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള ഒരു കടമ നമ്മൾ നിർവഹിക്കണം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ? എന്താ ശരിക്കും? എന്തായിരിക്കും? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുക. ഇവര് പാലിക്കേണ്ട കുറെ അധികം രീതികളാണ് അല്ലെ? മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകള് പാലിക്കേണ്ട അവരുടെ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, അവരുടെ രീതികൾ എങ്ങനെയായിരിക്കണം, അതിനെ പറ്റിയുള്ളൊരു അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് റൂൾസ് ആണ്. റൂൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിയമം പോലെ തന്നെയാണ്. ഇത് എല്ലാവരും പാലിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെ? സെറ്റ് ഓഫ് ബിഹേവിയർ ആണ് ശരിക്കും. അപ്പൊ അത് ഒരു കോഡ് ഓഫ് ബിഹേവിയർ ആണെന്ന് പറയുന്നത്. ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളെയാണ് നമ്മൾ
എത്തിക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തിട്ട് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. അപ്പൊ കോഡ് ഓഫ് ബിഹേവിയർ ആണ് ഇത്. പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ആരുടെ പെരുമാറ്റം? മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങളുടെ പെരുമാറ്റം. ഓക്കെ, അപ്പൊ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകൾക്കും അതെ നോംസ് വാല്യൂസ് ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഓരോ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഓരോ ആളുകളും എന്ത് ചെയ്യണം? അവരവരുടെ പ്രൊഫഷനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളെ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്സ് ഒക്കെ ഇതിൽ വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? ആ പ്രൊഫഷന് യാതൊരുവിധ മാനക്കേട് അല്ലെങ്കിൽ അപമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും അതിലെ മെമ്പേഴ്സിൽ നിന്നും ഉണ്ടാവരുത് അല്ലെ. ആ ഒരു മെഡിക്കൽ പ്രൊഫഷനുള്ള ആരും എന്ത് ചെയ്യാൻ പാടില്ല? ഈ തരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ തെറ്റായ രീതിയിലേക്ക് അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ എത്തിക്സ് അല്ലെങ്കിൽ ഈ കോഡ് ഓഫ് ബിഹേവിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ധാർമ്മിക തത്വങ്ങളുടെ ഒരു കൂട്ടമാണ് ശരിക്കും എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് ആ ഒരു പ്രൊഫഷനിലേക്കാണ് അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണോ മികച്ചതാവുന്നത് അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുക എന്നതാണ്. നമ്മളിൽ നിന്ന് ഒരു വ്യക്തിക്ക് പോലും യാതൊരുവിധ ഹാം അല്ലെങ്കിൽ ദോഷം ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു കൂട്ടം ധാർമ്മിക തത്വങ്ങളാണ് ശരിക്കും എത്തിക്സിൽ ഉൾപ്പെടുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? അപ്പൊ ഒരു സ്ഥാപനം, ഇപ്പൊ ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ അനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ ഈ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു മോറൽ പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്തിക്കൽ ആസ്പെക്റ്റില് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. കോഡ് ഓഫ് ബിഹേവിയർ set by members of the medical profession to control the practice of medicine so that its members do not bring disgrace to the profession. ഇവിടെ എന്താ പറയുന്നത്? കോഡ് ഓഫ് ബിഹേവിയർ അല്ലെ, ഇതൊരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങളാണ്. ഈ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ അല്ലെ, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിനെ അതുമായി ബന്ധപ്പെട്ട രീതികളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. So that its members do not bring disgrace to the profession. അതിൽ ആ ഒരു അംഗങ്ങളായിട്ടുള്ള മെമ്പേഴ്സ് ഒരിക്കലും ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രൊഫഷനെ അപമാനിക്കുന്ന രീതിയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊഫഷനുള്ള അംഗങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. സോ അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം? എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണെന്ന് പറയാം. എത്തിക്സ് ഈസ് കൺസേൺ വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി and is also described as a moral philosophy. അപ്പൊ എത്തിക്സിനെ നമുക്ക് എന്തെന്ന് കൂടി വിളിക്കാം? മോറൽ ഫിലോസഫി അല്ലെങ്കിൽ ധാർമ്മിക തത്വചിന്ത എന്ന് കൂടി നമുക്ക് വിളിക്കാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും എന്തിനെ കൺസേൺ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിക്കും മികച്ചതായിട്ട് വരുന്നത്, അത്തരം കാര്യങ്ങളെയാണ് ഈ എത്തിക്സില് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. And a code of ethics is wide, which gives employees or members a great idea of what kind of behavior and decisions are desirable and encouraged at a business or organization. So, ഇത്തരത്തില് ഒരു കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ആ ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് ബിഹേവിയേഴ്സ് എന്തായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് എന്തായിരിക്കണം എന്ന് വായിക്കുമ്പോൾ ആ വായിക്കുന്ന അതിലെ ആ ഒരു സ്ഥാപനത്തിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് എന്ത് ഐഡിയ ആണ് കിട്ടുക?
എന്താ ഐഡിയ ആയിരിക്കും കിട്ടുക? വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻസ് ആർ ഡിസൈറബിൾ ആൻഡ് എൻകറേജ്ഡ് അറ്റ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷനില് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തില് നമ്മൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? ശരിയല്ലേ? അവർക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള പെരുമാറ്റം നമ്മളിൽ നിന്ന് എങ്ങനെയായിരിക്കണം വരേണ്ടത്? എത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനെയാണ് അവര് എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലേ? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ പലർക്കും പല സ്വഭാവമുള്ള ആളുകളാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ പെരുമാറുന്ന പോലെ ആയിരിക്കും നമ്മൾ പുറമെ ചെല്ലുമ്പോൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ പെരുമാറേണ്ടത് അങ്ങനെയാണോ? അല്ല, അല്ലെ. ആ സ്ഥാപനത്തിന് അഭികാമ്യമായ രീതിയിലായിരിക്കണം. ശരിയല്ലേ? അപ്പൊ ഒരു സ്ഥാപനം എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിലായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ സ്ഥാപനം ഏത് തരത്തിലുള്ള പെരുമാറ്റമാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പെരുമാറ്റം മാത്രമേ നമ്മൾ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ അവരെന്ത് രീതിയിലുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ഏത് ബിഹേവിയർ ആണോ അവര് ഉദ്ദേശിക്കുന്നത് അതേ ബിഹേവിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഏതൊക്കെ ബിഹേവിയർ നല്ല രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് എപ്പോഴും ഗുഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് ഈ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ മാത്രമേ അവിടെയുള്ള എംപ്ലോയീസിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുള്ളൂ ആഗ്രഹിക്കുന്നത്. സോ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സിനെ ആയിരിക്കും അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് എന്താണ്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ പെരുമാറണം, ഏത് രീതി നമ്മൾ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് ഈ ഒരു കോഡ് ഓഫ് ബിഹേവിയേഴ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ ഹൗ എംപ്ലോയീസ് ഓഫ് മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് ആ എംപ്ലോയീസിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഇതിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മേഖലയിലേക്ക് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് എങ്ങനെയായിരിക്കണം, അവിടെയുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് ഇതിന്റെ സഹായത്തോടു കൂടി രാവിലത്തെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എത്തിക്കൽ ആസ്പെക്റ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസീസ് ടു ദ പ്രൊഫഷൻ. ഇവിടെ ഈ ഒരു കോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങൾ അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത്തരത്തില് അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള അംഗങ്ങളുടെ ആ ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള രീതികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ ആ ഒരു പ്രൊഫഷനെതിരെ ഉണ്ടാവുന്ന എന്തെങ്കിലും അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതിരിക്കാനും അത് ചെയ്യാതിരിക്കാനും വേണ്ടി ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെരുമാറ്റച്ചട്ടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇത് സിമ്പിളി നമുക്ക് എന്ത് പറയാം? ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ എത്തിക്സിനെ നമുക്ക് എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്? മോറൽ ഫിലോസഫി അല്ലെങ്കിൽ ധാർമ്മിക തത്വചിന്ത എന്നുകൂടി വിളിക്കാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും എന്തിനെ കൺസേൺ ചെയ്യുന്നു? വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. ഓരോ വ്യക്തികൾക്കും നമ്മുടെ സമൂഹത്തിനും എന്താണോ മികച്ചതാവുന്നത് അതിനെയാണ് ഇത് കൺസേൺ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് എന്താക്കാൻ പാടില്ല, ബാഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതെ അവർക്കും നമ്മുടെ സൊസൈറ്റിക്കും മറ്റാളുകൾക്കും ഒക്കെ നല്ല രീതിയിൽ ഗുഡ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് എത്തിക്സ് കൊണ്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് എ കോഡ് ഓഫ് എത്തിക്സ് ഈസ് വൈഡ് ആൻഡ് വിച്ച് ഗിവ്സ് എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ of what kind of behavior and decisions are desirable and encouraged at a business or organization. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനില് ഏത് തരത്തിലുള്ള ബിഹേവിയേഴ്സും തീരുമാനങ്ങളും ഡിസിഷൻസും ഒക്കെയാണ് എടുക്കേണ്ടത് എന്ന്, അത് അത്തരത്തിലുള്ള ഏത് തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് പെരുമാറ്റങ്ങളെയാണ് ബിഹേവിയേഴ്സിനാണ് ആ ഒരു ഓർഗനൈസേഷൻ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെ ഇതിന്റെ സഹായത്തോടു കൂടി അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ
അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിനെ പറ്റി ആ എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സൂചനയും ഇതിലൂടെ നൽകുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. എത്തിക്കൽ ആസ്പെക്ട് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ആ ഭാഗം? ഓക്കെ, ശരി. നെക്സ്റ്റ് ലീഗൽ ആസ്പെക്ട് കേട്ടോ. നിയമപരമായിട്ടുള്ള വശങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ലീഗൽ ആസ്പെക്റ്റില് ഒരു 3 ലോ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു 3 ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ചോദിക്കാറുള്ളതുമാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ ആണ് ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. എന്താണ് ഒരു നിയമം എന്നാൽ? നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ലീഡ് ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ലോ എന്ന് പറയുന്നതെന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. ശരിയല്ലേ? നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയല്ലേ ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ആണോ? അല്ലേ? ആണ് അല്ലെ? നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു കൂട്ടം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ? എങ്ങനെ പ്രവർത്തിക്കണം, ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും അത് എന്ത് ശരി ഏതാണ് തെറ്റ് ഏതാണ് അല്ലെ, ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയും തെറ്റാവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ശരിക്കും നിയമങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ കൂടുതലും. അപ്പൊ ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ അല്ലെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടം എന്നാണ് ലോ കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ മനസ്സിലായോ? ഓക്കെ ആണോ? അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. Then second point, law is a system of rights and obligations which the state imposes. എന്താണ് അടുത്തത്? രണ്ടാമത്തെ പറയുന്നതാണ് ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ്. എന്താ? നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റ് ഇമ്പോസസ് എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെ, നമുക്കറിയാം നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ശരിയല്ലേ? നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഇല്ലേ? അവകാശങ്ങളുണ്ടോ? ഉണ്ട്. ആ അവകാശങ്ങളൊക്കെ നമുക്ക് നിയമത്തിന്റെ കീഴിൽ നേടിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? നമ്മുടെ ആ അവകാശങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട് അല്ലെ, അത് നേടിയെടുക്കാനുള്ള നിയമങ്ങളുണ്ട്. സോ അത്തരത്തില് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നമ്മളിൽ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിൽ ചുമത്തുന്ന അവകാശങ്ങളുണ്ട്. അതുപോലെ നമ്മൾ പാലിക്കേണ്ട കുറെ കടമകളുണ്ട്. ശരിയല്ലേ? നമ്മുടെ സ്റ്റേറ്റുമായി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കൺട്രിയിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കടമകളുണ്ട്. ശരിയല്ലേ? നമുക്ക് കിട്ടേണ്ട കുറെ അവകാശങ്ങളുണ്ട്, നമ്മൾ പാലിക്കേണ്ട കുറെ കടമകളുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. നമ്മുടെ സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ.
തേർഡ് വൺ ആണ് ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ലോ അല്ലെങ്കിൽ നിയമം എന്നത് സംസ്ഥാനവും അതുപോലെ തന്നെ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, നീതിന്യായ വ്യവസ്ഥ കേട്ടോ. നമ്മുടെ സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണെന്നാണ് പറയുന്നത്. എന്താണ്? ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ, ഒരു കൂട്ടം തത്വങ്ങളാണ്. ദാറ്റ് റെക്കഗ്നൈസ്ഡ്, ആരംഗീകരിച്ചതാണ്? നമ്മുടെ സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും. ശരിയല്ലേ? ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് recognized by the state and the administration of justice. എന്താണ്? നിയമം എന്നത് നമ്മുടെ സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ കൂട്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. എന്താ? നിയമം എന്നാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. എന്താ രണ്ടാമത്തേൽ പറഞ്ഞേ? എന്താണ് നമ്മൾ രണ്ടാമത്തേൽ പറഞ്ഞത്? നമ്മുടെ സംസ്ഥാനം ചുമത്തുന്ന അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനമാണ് നിയമം എന്നാണ് അല്ലെ. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞേ? ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താ? നിയമം എന്നത് സംസ്ഥാനവും നീതിന്യായ വ്യവസ്ഥയും അംഗീകരിച്ച തത്വങ്ങളുടെ ഒരു കൂട്ടമാണെന്നാണ്. ക്ലിയർ ആണോ? അത് മൂന്നോ ഓക്കെ ആണോ? ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ ലോ എന്താണെന്നുള്ളതിന് പറയുന്നതാണ് കേട്ടോ. ഡാഷ് ഇസ് എ സിസ്റ്റം ഓഫ്, അതിന്റെ ആ ലോ എന്ന് പറയുന്ന ആൻസർ വരുന്ന രീതിയിൽ മൂന്നും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് നോക്കിയേ, courts or police may impose the system of rules and punish people. അല്ലേ? നമുക്കറിയാം ഈ നിയമങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പാലിപ്പിക്കുന്നത് ആരാണ്? ഇത്തരം നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടില് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് പോലീസും കോടതികളുമാണ് അല്ലെ. ആണ്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഈ നിയമങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ എന്താ പറ്റുക? പാലിച്ചില്ലെങ്കിൽ എന്താ പറ്റും? അവര് നമ്മളെ ശിക്ഷിക്കും. ശരിയല്ലേ? പണിഷ് പീപ്പിൾ അല്ലെ, ഹു വയലേറ്റ് ദ ലോസ്. ആ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പണിഷ്മെന്റുകൾ കിട്ടും. ശരിയല്ലേ? സച്ച് ആസ് ബൈ പേയിങ് എ ഫൈൻ. ചിലപ്പോ നമുക്കൊരു ഫൈൻ അടയ്ക്കാൻ, പിഴകൾ അടയ്ക്കാനായിരിക്കും ചിലപ്പോ നമുക്ക് ലഭിക്കുക അല്ലെ. അല്ലെങ്കിലോ അതർ പെനാലിറ്റി ഇൻക്ലൂഡിങ് ജയിൽ, ജയിൽ ശിക്ഷകൾ പോലെയുള്ള ശിക്ഷകളും ചിലപ്പോ ലഭിക്കാറുണ്ട് അല്ലെ. സോ ഹോസ്പിറ്റൽ, അപ്പൊ ഇവിടെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ നിയമങ്ങളൊക്കെ ആര് പാലിക്കേണ്ടതായിട്ടുണ്ട്? ആര് പാലിക്കണം? ഹോസ്പിറ്റലുകാരും പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? is obliged to have a clear understanding of ethical and legal responsibilities. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Hospital administration is obliged to have a clear understanding of ethical and legal responsibility. For ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ethical and legal responsibility, ധാർമ്മികപരമായിട്ടുള്ള കടമകളായിക്കോട്ടെ, ലീഗൽ പരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ല ഒരു ഹോസ്പിറ്റൽ പാലിക്കേണ്ട ethical and legal responsibility അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം? ആ ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു ബാധ്യത ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നത്? ആർക്കെവിടെ ഉണ്ടാവണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. That management is responsible for policies for keeping a safe hospital, physical facilities and services, must ensure building conforms to regional by laws, safety regulations, sanitation arrangement. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്? കൃത്യമായ പോളിസികൾ രൂപീകരിക്കുക. എന്തിനു വേണ്ടി? ഹോസ്പിറ്റല് വളരെ സേഫായ രീതിയിൽ, സുരക്ഷിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള
നല്ല നല്ല പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസ്, വരുന്ന പേഷ്യൻസിന് നല്ല നല്ല ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കുക, നല്ല സർവീസുകൾ കൊടുക്കുക. അതുപോലെ തന്നെ മസ്റ്റ് എൻഷുവർ ബിൽഡിംഗ് കൺഫോംസ് ടു റീജിയണൽ ബൈലോസ്, പ്രാദേശികപരമായിട്ടുള്ള നിയമങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുക. സേഫ്റ്റി റെഗുലേഷൻസ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പാലിക്കുക. ആൻഡ് സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്, ശുചിത്വപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. അതിലൂടെ ആ ഹോസ്പിറ്റൽ വളരെ സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പോളിസികള് രൂപീകരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പോളിസികൾ അവിടെ നടപ്പിലാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മാനേജ്മെന്റിനാണ് ഉണ്ടായിരിക്കുക. സോ ഹോസ്പിറ്റൽ ബീങ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം ആർ സബ്ജക്ട് ടു ഓൾ ലാൻഡ്സ് ഓഫ് ദ ലാൻഡ്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലെ, സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ആരും പാലിക്കേണ്ടതായിട്ടുണ്ട്? ഹോസ്പിറ്റലും പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ ഹോസ്പിറ്റൽ ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഗ്യാസസ്, കെമിക്കൽസ്, മെഷീനറി, സ്റ്റീം ഡാമേജസ് ഫ്രം സ്ലിപ്പറി ഫ്ലോർസ് എക്സെട്ര. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എപ്പോഴും എന്തായിരിക്കണം? വരുന്ന ഓരോ പേഷ്യൻസിനെയും സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അല്ലെ, എന്താണ്, സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തീ പിടിക്കുന്നതായിട്ടുള്ള മറ്റേ ഗ്യാസ് പോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിലോ, കെമിക്കൽസ് ആവാം, മെഷീനറീസ് ആവാം, എന്താണ്, സ്റ്റീം ഡാമേജുകളിൽ നിന്നുള്ളതാവാം, സ്ലിപ്പറി ഫോഴ്സ്, വഴുക്കലുള്ള തറകള്, അങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ ഒരു ഹോസ്പിറ്റൽ എപ്പോഴും സേഫ് ആവാനോ അത് നല്ല രീതിയിൽ സേഫായി തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുമുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു ഹോസ്പിറ്റൽ തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഒരു ഹോസ്പിറ്റല് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിനാണ്. അവർക്ക് ഇത്തരത്തില് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എത്തിക്കൽ പരമായിട്ടായിക്കോട്ടെ ലീഗൽ പരമായിട്ട് അവർ പാലിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തത്തെ കുറിച്ചും നല്ലൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു നല്ല ലീഗൽ ആസ്പെക്ടുകള്. എടുക്കുന്ന ഭാഗങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്താണ് കുറെ പേരൊക്കെ പോയത് അല്ലെ? അത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? അതോ ഒരു ചെവിയിലും കൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ വിട്ടോ? അതവിടെ കളഞ്ഞിട്ട് പോയോ? കുറച്ചൊക്കെ. അതെന്താണ് അവിടെ കുറച്ചൊക്കെ ആയി? ബാക്കി എവിടെ പോയി? ബാക്കി എവിടെ പോയി? ടൈം കിട്ടുന്നില്ല. കുറച്ച് ടഫാണോ? അതിനാണ് മിസ് പറഞ്ഞ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവാന്നുള്ളത്. നിങ്ങളിപ്പോ ഈ ക്ലാസ്സിലിരുന്ന് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നില്ലേ? ആവുന്നുണ്ടോ? മിസ് ഇപ്പൊ എടുക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ അപ്പോ നിങ്ങൾക്ക് ഓക്കെ ആണ്, ശരിയല്ലേ? ഓക്കെ ആണ്. അതിനുശേഷം നിങ്ങൾ വായിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത്. അതേസമയം ഇപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ് കേട്ടു. ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് വായിച്ചു നോക്ക്. ഒന്ന് മനസ്സിരുത്തി ഒരു പ്രാവശ്യമെങ്കിലും അത് വായിച്ചു വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഇല്ലേ? അതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ എങ്കിലും ഉണ്ടാവും. അതേസമയം നിങ്ങൾ ഈ ക്ലാസ് കേട്ടു, ഇന്നത്തെ ക്ലാസ് കേട്ടു, അത് ഓക്കെ ആയിരുന്നു, ആ ഒരു 1 hour ഓക്കെ ആണ്, എനിക്കതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരുപാട് സമയമൊന്നും നമ്മളത് റിവൈൻഡ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളത് ബ്ലാങ്ക് ആയി പോകും, ശരിയല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഇന്ന് കേട്ടു ക്ലാസ്, ചിലപ്പോ നാളെ ആ ക്ലാസ് കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലെ? അതേസമയം ഒരു 1-2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴോ ഒന്നും ഓർമ്മയുണ്ടാവില്ല അല്ലെ? അതെ, അത് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മള് റിപ്പീറ്റ് ചെയ്തത് വായിക്കാത്തത് കൊണ്ടാണ്. എന്ത് കാര്യം ആയിക്കോട്ടെ, അത് ഒരു 2-3 ദിവസം എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെ വായിക്കണമെന്നല്ലാണ്ട് മിസ് പറയുന്നേ. അപ്പൊ ഇന്ന് എടുക്കുന്ന ക്ലാസ്
മാക്സിമം നിങ്ങൾ ഇന്ന് തന്നെ, പ്രത്യേകിച്ച് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളെ ഒരിക്കലും റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ ഞാൻ എൻകറേജ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ പിന്നെ ആവട്ടെ, നമുക്ക് സമയമുള്ളപ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും അത് പെൻഡിങ്ങിൽ വെച്ച് എക്സാമിന്റെ സമയത്താണ് കൂടുതലും നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. അതേസമയം നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന സമയം നിങ്ങൾ പറ്റുവാണെങ്കിൽ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം അതാണ്. അപ്പൊ അന്നേരം നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന ഡൗട്ട്സ് ആണെങ്കിലും മറ്റുള്ളവർ ചോദിക്കും, ചിലപ്പോൾ നമുക്കുള്ള ഡൗട്ട് തന്നെയായിരിക്കും മറ്റുള്ളവരും ചോദിക്കുക അല്ലെ. അതൊന്നും ചിലപ്പോൾ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതേസമയം ലൈവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ററാക്ഷൻസിലൂടെ നമുക്ക് കുറച്ചുകൂടി അത് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ കേട്ടോ. 1 and 2 പിന്നെയും നമുക്ക് വായിച്ചു കഴിഞ്ഞാലൊക്കെ ഇത്തിരിയൊക്കെ നമുക്ക് പരിചയമുള്ള ചാപ്റ്റേഴ്സ് ആണ്, പരിചയമുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്, അപ്പൊ കിട്ടും. അതേസമയം തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂള് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം കിട്ടാവുന്ന സമയം ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുക. അതിനുശേഷം നിങ്ങൾ ക്ലാസ് കണ്ട് ഈ തീരെ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ റെക്കോർഡ് ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അന്ന് തന്നെ ഒരു 1-2 മണിക്കൂറല്ലേ ആകെ ക്ലാസ് ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് നൈറ്റ് എപ്പോഴാണോ നമ്മൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞ എല്ലാ പോയിന്റ്സും കിട്ടിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടില്ലേ? അപ്പൊ ആ റെക്കോർഡ് ക്ലാസ്സുകൾ നോക്കാം. ഒരു ദിവസം ആകെ 2 ക്ലാസ് ആണ് നമുക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ആ പിറ്റേ ദിവസത്തേക്ക് 2 ക്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വർക്കിംഗ് ഡേ നമുക്ക് കിട്ടും. അപ്പൊ അത് ഇനി വായിച്ചിട്ട് ചിലർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചിലപ്പോൾ ക്യാച്ച് ചെയ്യണമെന്നില്ല കേട്ടോ. എല്ലാവരുടെയും കപ്പാസിറ്റി ഒന്നുമല്ല. അപ്പൊ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണും. അപ്പൊ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റ്സ് ആ ക്ലാസ് ഒന്ന് കാണുമ്പോൾ കിട്ടും. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഇത് വെറുതെ വായിച്ചു പോവാല്ലാണ്ട് ചെയ്യണം. നിങ്ങൾ എപ്പോ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ ബ്ലാങ്ക് ആയിട്ടൊന്ന് വെറുതെ വായിച്ചു പോയത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, വെറുതെ സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നത്, അത് ചിലപ്പോൾ 1 മണിക്കൂറൊന്നും വേണമെന്നില്ല, ചിലപ്പോൾ ഒരു 10-15 മിനിറ്റേ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയം ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം രണ്ടാമത് പിറ്റേ ദിവസം നിങ്ങൾക്ക് വായിച്ചിട്ട് ചിലപ്പോൾ എല്ലാ പോയിന്റ്സും കിട്ടിയിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് ഡേ ഉള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുമ്പോൾ അത് നോക്കിയിട്ട് കിട്ടാത്ത പോയിന്റ്സ് ഒന്നും കൂടി മനസ്സിലാക്കാം. ഒറ്റ പ്രാവശ്യമെങ്കിലും ഒരു നല്ല രീതിയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഭാഗവുമായിട്ട് ഒരു കണക്ഷൻ വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് എത്താൻ പറ്റും. അല്ലായെങ്കിൽ നിങ്ങൾ വെറുതെ ക്ലാസ്, കാരണം പല ചാപ്റ്റേഴ്സ് ഒരുമിച്ച് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്ററും കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ മറ്റൊന്നും പറഞ്ഞ് നമുക്ക് ഒരു ചാപ്റ്റർ എടുത്തതിന് ശേഷം നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ 3-4 ടീച്ചേഴ്സ് കയറുന്നുണ്ട്. അപ്പൊ അവർ ഓരോ ചാപ്റ്ററുകള് ഓരോ ഭാഗങ്ങളാണ്, വ്യത്യസ്ത ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കീപ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടഫായിട്ട് തന്നെ തോന്നും. ഒരിക്കലും ഈ ഒരു തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂള് ലാസ്റ്റ് ഭാഗത്തേക്ക് എക്സാം ആവുമ്പോൾ പഠിക്കാം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. ഒരുപാട് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് മുഴുവൻ കണ്ട് നിങ്ങൾ തീർക്കുക, അത് മുഴുവൻ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് സമയവും ഒരുപാട് വേണ്ടി വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ പറ്റുന്ന സമയത്ത് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കിട്ടാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് മിസ്സായി പോവാതെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കയ്യിൽ സൂക്ഷിക്കുക. അതിനുശേഷം അത് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ അതൊന്ന് ജസ്റ്റ് കേട്ട് അതിന് ശേഷമായിരിക്കണം ടെക്സ്റ്റിൽ നോക്കേണ്ടത് കേട്ടോ. മെയിൻ എക്സാം ഒക്കെ നമ്മുടെ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. തേർഡ് മോഡ്യൂൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, why it is necessary for hospital and medical administrators to be aware of ethical and legal aspect of hospital administration. അപ്പൊ ഇത്തരത്തിലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഈ എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ടുകളെ കുറിച്ച് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ മറ്റേ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് എത്തിക്കൽ ആയിക്കോട്ടെ ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ടുകളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടി അവരത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് കാരണങ്ങളാണ്, റീസൺസ് ആണ് കേട്ടോ പറയുന്നത്.
റീസൺസിലെ ഫസ്റ്റ് വൺ ആണ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചോ? ഈ ഒരു ടേം പഠിച്ചിട്ടില്ലേ? ഫെമിലിയർ അല്ലേ? ആണ്. സോ അപ്പൊ അവിടെ ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെയുണ്ട് അല്ലെ, ലീഗൽ പരമായിട്ടുള്ള കുറെ അധികം വശങ്ങള് ഉൾപ്പെടുന്ന കേസുകളാണ് അല്ലെ. അപ്പൊ അതിലെ പല രീതിയിലുള്ള ലീഗൽ പ്രൊസീഡിങ്സ് അതുമായി ബന്ധപ്പെട്ട് വരാലോ. ഒരു ഹോസ്പിറ്റലിന് ഇതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അല്ലേ ഈ മെഡിക്കോ ലീഗൽ കേസുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോ നമ്മുടെ നാട്ടിലെ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്, ഇത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ധാരണ ലീഗൽ പരമായിട്ടുള്ള എല്ലാ വശങ്ങളെയും കുറിച്ച് അവിടെയുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ കൈകാര്യം ചെയ്യുന്ന ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെമ്പേഴ്സിനും ഇതിനെക്കുറിച്ച് നല്ലൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. ഇതുമായി ബന്ധപ്പെട്ട സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ് പറയുന്നത് സിവിൽ നിയമങ്ങൾ അല്ലെങ്കിൽ സിവിൽ കേസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈം ആണ് അല്ലെ. ക്രൈം എഗെയിൻസ്റ്റ് ഒരു പേഴ്സണോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അതെ ക്രൈമുകളെയാണ്. ഇപ്പോ മർഡർ ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങളാവാം, അല്ലെങ്കിൽ റോബറീസ് ആവാം, തെഫ്റ്റ് ആവാം, റേപ്പ് ആവാം. അത്തരത്തിലുള്ള ക്രൈം അഗെയിൻസ്റ്റ് എ പേഴ്സൺ ഓർ സൊസൈറ്റി, അതാണ് എന്ത് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്. സിവിൽ കേസ് എന്ന് പറയുമ്പോൾ എന്താ? ലീഗൽ ഡിസ്പ്യൂട്ടുകളാണ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ. ഒരു ഇൻഡിവിജ്വൽസ് തമ്മിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് തമ്മിലുള്ള നിയമപരമായിട്ടുള്ള തർക്കങ്ങളാണ് സിവിൽ കേസുകൾ എന്ന് പറയുന്നത്. ഇപ്പോ പണവുമായി ബന്ധപ്പെട്ട തർക്കമാവാം, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാവാം, പേഴ്സണൽ റൈറ്റ്സ് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം. അപ്പൊ ഇവിടെ ഒരു ക്രൈം വരുന്നില്ല, മനസ്സിലാവുന്നോ? ഇവിടെ ഒരു തർക്കമാണ്, അതാണ് സിവിൽ കേസസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു സിവിൽ കേസ് ആയിക്കോട്ടെ ക്രിമിനൽ കേസ് ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊസീഡിങ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കാനും അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പൊ ഇവിടെ വരുന്ന ഓരോ കേസുകളും അതിൽ ഏതാണ് സിവിൽ കേസാണോ ക്രിമിനൽ കേസാണോ ഇത് എന്ന് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിക്രമങ്ങൾ മിനിമൈസ് ചെയ്യാനും കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. നല്ല ഗുണനിലവാരമുള്ള വൈദ്യപരിചരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഓരോ തരത്തിലുള്ള നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ലീഗൽ പരമായിട്ടുള്ളതാണെങ്കിലും എത്തിക്കൽ പരമായിട്ടുള്ള ആസ്പെക്ടുകളാണെങ്കിലും വരുന്ന അതെ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് അതിനെ പറ്റിയുള്ള ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ റീസൺ. നാലാമത്തെ റീസൺ ഇൻ ഇന്ത്യ lawyers are very little trained as yet and exposure in the complex issues associated with medical cases. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അതിന് കീഴിലുള്ളതും ഒരുമിച്ച് നോക്കണം കേട്ടോ. ഫിഫ്ത് പോയിന്റ് കൂടി ഒന്ന് പറയാം എന്നിട്ട് മിസ് ഒരുമിച്ച് പറഞ്ഞുതരാം. ഇറ്റ് ഹെൽപ് ദ മെഡിക്കൽ പ്രൊഫഷണൽ ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം സിലി ലിറ്റിഗേഷൻ. അപ്പൊ നമ്മുടെ ഇന്ത്യയില് പല ലോയേഴ്സും നമ്മുടെ ഇത്തരത്തില് മെഡിക്കൽ കേസുമായി ബന്ധപ്പെട്ട വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും അവർക്ക് അതിന്റെ ആ ഒരു പരിചയക്കുറവുണ്ട്, അതുപോലെ പരിശീലനങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ മെഡിക്കൽ പ്രൊഫഷനുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി ശരിയായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതെന്തിനു സഹായിക്കും? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന സില്ലി ലിറ്റിഗേഷൻസ് വളരെ നിസ്സാരമായിട്ടുള്ള പല നിയമപരമായ നടപടിക്രമങ്ങളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനുവേണ്ടി എന്തൊക്കെ ശരിയായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇത് ആ ഒരു മെഡിക്കൽ പ്രൊഫഷനുള്ള ആളുകളെ സഹായിക്കുന്നില്ലേ? ഉണ്ടോ? നമ്മുടെ ലോയേഴ്സിനും പലർക്കും ഇതിൽ നല്ല പരിശീലനമില്ല, അത് പരിചയക്കുറവുകളുണ്ടാവും. അപ്പൊ അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ അറിവുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പല നിസ്സാരമായ പ്രശ്നങ്ങളും ഇവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെ.
സിക്സ്ത് പോയിന്റ് ആണ് ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitment of medical practitioners of hospital. അതുപോലെ തന്നെ പബ്ലിക്കിനിടയിൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം വർദ്ധിപ്പിക്കുക about the duties. എന്തിനെ കുറിച്ചൊക്കെയുള്ളതാ? The medical professionals, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ചുമതലകളും അവരുടെ കടമ അല്ലെങ്കിൽ പ്രതിബദ്ധതകളുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കാനും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ശരിയായ ധാരണയുണ്ടായിരിക്കണം. അപ്പൊ ഒരു ലീഗൽ ആൻഡ് എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ടുകളെ കുറിച്ച് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ റീസൺസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുന്ന ഓരോ മെഡിക്കോ ലീഗൽ കേസുകളെയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ സിവിൽ കേസുകളാണോ ക്രിമിനൽ കേസുകളാണോ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊസീഡിങ്സ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ മിനിമൈസ് ചെയ്യാനും പെട്ടെന്ന് അത് നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. മൂന്നാമത്തത് എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയുമായി ബന്ധപ്പെട്ടും അവർക്ക് നല്ല വൈദ്യപരിചരണം, നല്ല ഗുണനിലവാരമുള്ള വൈദ്യപരിചരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ഇവർക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. നാലാമത്തത് പറയുന്നത് ഇന്ത്യയില് പല ലോയേഴ്സിനും നമ്മുടെ ഇത്തരത്തിലെ മെഡിക്കൽ കേസുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായ പല ഇഷ്യൂസിലും പരിചയക്കുറവ് അല്ലെങ്കിൽ പരിശീലനമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് ഇത്തരത്തിലുള്ള ഒരു ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ടുകളെ കുറിച്ച് ശരിയായ ധാരണ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അറിയാമെങ്കിൽ അവർക്ക് അതിന് വളരെ സഹായകമാകുന്നുണ്ട്. അപ്പൊ അത്തരം ആ സ്ഥാപനത്തിനെതിരെ വരുന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള പല നിയമപരമായ നടപടികളെയും ഇവർക്ക് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനും അതിനെതിരെ പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ആറാമത് പറഞ്ഞത് ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitment of medical practitioners of hospital. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. മലയാളത്തിൽ അങ്ങനെയും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിയമ നടപടികൾ എടുക്കാം. ചെറിയ രീതിയിലുള്ള നിയമ നടപടികളോ കാര്യങ്ങളോ ആണെങ്കിൽ വന്നെങ്കിലും അത് അവർക്ക് പെട്ടെന്ന് അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു ലോയറിന് സഹായം ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചൊരു ധാരണയുണ്ട്. Then increasing awareness of among the public എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഇടയിൽ ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, അവർ ചെയ്യേണ്ട ചുമതലകളോ അവർ ചെയ്യേണ്ട പ്രതിബദ്ധത അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട പ്രതിബദ്ധതകളെ കുറിച്ചുമുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാണ്. വേഗം റീസൺസ് വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് മെഡിക്കോ ലീഗൽ കേസസ്. എന്താണ് ഒരു മെഡിക്കോ ലീഗൽ കേസസ് എന്നാണ് കേട്ടോ പറയുന്നത്. അതിന്റെ എക്സാമ്പിളുകളുമാണ് പറയുന്നത്. ഈ ഭാഗം വളരെ സിമ്പിൾ ആണ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇറ്റ്സ് എ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനസ് where the attending doctor, after taking the history of illness and clinical investigation, consider that investigation by law enforcing agencies are warranted to find out circumstances and fix responsibility regarding the same. ഇവിടെ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനസ്. ഇത് എന്ത് കേസ് ആയിരിക്കും? ഒന്നുകിൽ ഒരു പരിക്ക് പറ്റിയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട കേസാവാം, അല്ലെ? അറ്റൻഡിങ് ഡോക്ടർ, നമുക്കറിയാം ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഒരു പേഷ്യന്റിന്റെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ, നമ്മൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും, അല്ലെ? ഒരു ഡോക്ടർ ആ കേസ് അറ്റൻഡ് ചെയ്യും.
അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പരിക്കുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കും. കൂടുതലായിട്ടുള്ള ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ മറ്റ് പരിശോധനകളൊക്കെ നടത്തി കഴിയുമ്പോൾ ആ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറിന് തോന്നുകയാണ്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഈ ഒരു കേസ് എന്തായിട്ട് പരിഗണിക്കുകയാണ്, ഇവിടെ ഈ ഒരു കേസ് സാധാരണ ഒരു കേസല്ല. ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ലോ എൻഫോഴ്സിംഗ് ഏജൻസി, നിയമപാലക ഏജൻസികള് ഇതിനെ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഇതുണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങള്, അതുപോലെ തന്നെ ഇതുണ്ടാക്കാനായിട്ടുള്ള ആരാണോ ഈ ഒരു പരിക്കോ അല്ലെങ്കിൽ ആ ഒരു രോഗമോ വരുത്തിയത് അതിന്റെ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും എന്താ അതെ ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കണ്ടെത്തണം, അതിന്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ ആ ഒരു അറ്റൻഡിങ് ഡോക്ടറിന് കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ അതിന് ആരാണെന്ന് മനസ്സിലാക്കണം, അതിന്റെ ആ ഒരു ആവശ്യകതയുണ്ട് എന്ന് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ അത് പരിഗണിക്കുകയാണെങ്കിൽ അത്തരം കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒരു പേഷ്യന്റ് വരുമ്പോ അവർ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയുമായിട്ട് വന്നതാവാം, അല്ലെങ്കിൽ ഒരു ഇൽനെസ്സുമായി ബന്ധപ്പെട്ട് വന്നതാവാം. അപ്പൊ ഈ ഒരു കേസ് പ്രാഥമികമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ചിന്തിക്കുകയാണ്, ഈ ഒരു കേസ് നിസ്സാരമായിട്ടുള്ള ഒരു നോർമൽ കേസ് അല്ല, ഇതില് ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസി അല്ലെങ്കിൽ നിയമപാലക ഏജൻസി ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും ഇത് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്, ഇതിന്റെ ഉത്തരവാദിത്തം ആരൊക്കെയാണ്, ഇതിന്റെ ഉത്തരവാദിത്തം ആരാണ് എന്നൊക്കെ കണ്ടെത്തണം, അതിന്റെ ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്ന കേസുകളെയാണ് നമ്മള് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? മെഡിക്കോ ലീഗൽ കേസസ് എന്താന്നുള്ളത് ഓക്കെ ആയോ എല്ലാവർക്കും? ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? എന്താണ് റിപ്ലൈ ഇല്ലാത്ത? ഓക്കെ, ശരി. നെക്സ്റ്റ് ഇനി എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതും വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് RTA, റോഡ് ട്രാഫിക് ആക്സിഡന്റുകൾ ഇല്ലേ? അത് മെഡിക്കോ ലീഗൽ കേസ് അല്ലേ? ആണോ? റോഡ് ട്രാഫിക് ആക്സിഡന്റുകള്, അതെ. റെയിൽ ആക്സിഡന്റ്, ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ അപകടങ്ങൾ, അതുപോലെ ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന മറ്റെന്തെങ്കിലും വിചിത്രമായിട്ടുള്ള അപകടങ്ങൾ അല്ലെ? അപ്പൊ റോഡ് ട്രാഫിക് ആക്സിഡന്റുകൾ RTയുടെ കൺഫേം അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചു കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റുകള്, റെയിൽ ആക്സിഡന്റുകള്, ഫാക്ടറിയിൽ ഉണ്ടാവുന്ന അപകടങ്ങള്, എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്, മറ്റെന്തെങ്കിലും വിചിത്രമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം മെഡിക്കോ ലീഗൽ കേസസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലത്? ഓരോ എക്സാമ്പിൾ പറയുമ്പോഴും ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതിയേ. സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ് ആൻഡ് സൂയിസൈഡ്, എന്താണ്? സംശയിക്കപ്പെടുന്ന ഹോമിസൈഡ് എന്ന് പറയുന്നത് എന്താ? കൊലപാതകം അല്ലെ? കൊലപാതകങ്ങളോ അതുപോലെ ആത്മഹത്യകളോ, അതെ, ഇപ്പൊ മരിച്ച നിലയിലൊക്കെ നമ്മൾ കാണപ്പെടാറുണ്ട് അല്ലെ? അപ്പൊ സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങളോ ആത്മഹത്യകളോ, അപ്പൊ അതിലെന്തെങ്കിലും സംശയമാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ അത്തരം കേസുകൾ, കൊലപാതകങ്ങൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാലോ അല്ലെ? അപ്പൊ മരിച്ച നിലയിൽ അവർ കാണപ്പെടുകയാണ്, അപ്പൊ അത് നമുക്ക് സംശയിക്കപ്പെടാണ് കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യയിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകളൊക്കെ മെഡിക്കോ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ ആണ്. സസ്പെക്റ്റഡ് ഹോമിസൈഡ്, സൂയിസൈഡ്, സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങളാവാം ആത്മഹത്യകളാവാം. ഓക്കെ, മൂന്നാമത്തത് സസ്പെക്റ്റഡ് ഓർ എവിഡന്റ് പോയിസണിങ്, എന്താ? സംശയിക്കപ്പെടുന്നതാവാം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള വിഷബാധകള്. കണ്ടിട്ടില്ലേ? അങ്ങനത്തെ കേസുകൾ കേട്ടിട്ടില്ലേ? പോയിസൺസ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തില് സംശയിക്കപ്പെടുന്ന കേസാവാം, ചിലപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആ പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ട് എന്ന് സംശയപ്പെടുന്നതാവാം, വ്യക്തമായിട്ടുള്ളതുമായിട്ടുള്ള വിഷബാധകൾ. ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, ആൽക്കഹോൾ പോയിസണിങ് കേട്ടിട്ടുണ്ടോ? ആൽക്കഹോൾ പോയിസണിങ്, അതെ, ഗ്രീഷ്മയുടെ കേസുകൾ, നമുക്ക് ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, നമ്മുടെ കലാഭവൻ മണിയുടെയൊക്കെ മരണം കേട്ടിട്ടില്ലേ? ആൽക്കഹോളുമായി ബന്ധപ്പെട്ട അതില് എന്താണ് പോയിസൺസ് കലർത്തി എന്താണ് മരണപ്പെട്ടു പോയത്, അത്തരത്തിലുള്ള കേസുകൾ. ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, എന്താണ്? പൊള്ളല് വഴി ഉണ്ടാവുന്ന പരിക്കുകൾ. അപ്പൊ അത് ഏതെങ്കിലും ഒരു കാരണത്താൽ ഉണ്ടാവുന്ന പൊള്ളല് മൂലമുള്ള വലിയ രീതിയിലുള്ള പരിക്കുകൾ. അത് ചിലപ്പോ മറ്റുള്ളവർ ചെയ്യുന്നതാവാം അല്ലെ?
ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ചെയ്യിപ്പിക്കാം അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ വരുമോ മിസ്സേ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അത് മറ്റുള്ളവരാല് നമുക്ക് ചെയ്യാം അല്ലെ, മനഃപൂർവ്വമായിട്ട് ചെയ്യിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഇപ്പൊ വലിയ രീതിയിലുള്ള ഇഞ്ചുറി കാര്യങ്ങൾ വന്നാൽ അതൊക്കെ ലീഗൽ കേസ്, ബേൺ ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ലീഗൽ കേസ് ആവാറുണ്ട് കേട്ടോ. ഇലക്ട്രിക്യൂഷൻ എന്താണ്? വൈദ്യുതാഘാതമേക്കാം, ഷോക്ക് അല്ലെങ്കിൽ വൈദ്യുതാഘാതമേക്കുന്നത് കേസുകൾ, അതൊക്കെ മെഡിക്കോ ലീഗൽ കേസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അടുത്തതാണ് ഫിസിക്കൽ അസാൾട്ട് കേസസ്, ശാരീരിക ആക്രമണ കേസുകൾ. അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ശാരീരിക ആക്രമണ കേസുകൾ വന്നാൽ അത് ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകുന്നുള്ളത് അല്ലെ. അടുത്തതാണ് അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് സംശയം തോന്നാം, എന്താ? മൃഗങ്ങളുടെ ആക്രമണം നോർമൽ ആയിട്ടും വരാറുണ്ട് അല്ലെ. നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കാറുണ്ട് അല്ലെ, കുഞ്ഞു കുട്ടികളെ വരെയും കൊണ്ടുപോകുന്നു എന്നുള്ളത്, ആക്രമിക്കുന്നു എന്നുള്ളത് അല്ലെ. അത് നോർമലായിട്ട് വരുന്ന കേസ്. അത് നമുക്ക് മനഃപൂർവ്വമായിട്ടും സൃഷ്ടിക്കാൻ പറ്റുമോ? സ്നേക്ക് ബൈറ്റിന് അതെ, ഉത്തരയുടെ കേസ് സ്നേക്ക് ബൈറ്റ് നോർമൽ ആയിട്ടൊരു സ്നേക്ക് ബൈറ്റ് ആയിരുന്നു എന്നാണ് അല്ലെ, പാമ്പുകടി ഏറ്റു മരിച്ചതാണെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷെ ചില ചെറിയ സൂചനകളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവസാനം കുറ്റം തെളിയിച്ചത് അല്ലെ. അങ്ങനെ നമുക്ക് മനഃപൂർവ്വം ചെയ്യാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ്, മൃഗങ്ങളുടെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ്, പാമ്പുകടി ഏറ്റുകയോ അത്തരത്തിലുള്ള കേസുകൾ, സംശയാസ്പദമായിട്ടുള്ള അത്തരത്തിലുള്ള കേസുകളെ നമുക്ക് മെഡിക്കോ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. മാസ് ഫുഡ് പോയ്സണിങ് അല്ലെ, കൂട്ടമായിട്ടുള്ള ഒരു ഭക്ഷ്യവിഷബാധ അറിയാലോ. അത് മനഃപൂർവ്വം ചെയ്യാം അല്ലെ. സാധാരണ നോർമലായിട്ട് ചില സന്ദർഭങ്ങളിൽ വരാറുണ്ടെങ്കിൽ പോലും മനഃപൂർവ്വമായിട്ട് നമുക്ക് അത്തരത്തിലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം അല്ലെ. അങ്ങനെ ഒരു മാസ് ഫുഡ് പോയ്സണിങ് ഉണ്ടാവുക. കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്, ലൈംഗികപരമായിട്ടുള്ള അതിക്രമ കേസുകൾ. അതുപോലെ സസ്പെക്ടഡ് ഓർ ഒബിയസ് ക്രിമിനൽ അബോർഷൻ, സംശയിക്കപ്പെടുന്നതോ വ്യക്തവുമായിട്ടുള്ള ക്രിമിനൽ അബോർഷൻസ്, ക്രിമിനൽ ഗർഭചിത്രം. അപ്പൊ അത് മറ്റുള്ളവരെ മനഃപൂർവ്വമായിട്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള അബോർഷൻസ്. അപ്പൊ അത്തരത്തിലുള്ള കേസുകള് ലീഗൽ പ്രൊസീഡിങ്സ് ഉള്ളതാണ്. ഇൻജുറി കേസസ് വേർ ഫോൾസ് പ്ലേ ഈസ് സസ്പെക്ടഡ്, പരിക്കുകൾ പറ്റിയിട്ടുള്ളത്, അവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കളികൾ അതിനിടയിൽ നടന്നിട്ടാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നതെന്ന് ആ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറിന് മനസ്സിലാവുകയാണെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടായിരിക്കും പരിഗണിക്കുക. Then injury cases where probability of death in near future, പരിക്ക് പറ്റിയ കേസായിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവർ ചിലപ്പോൾ ഉടനെ തന്നെ മരണപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ അവര് ലൈവായിട്ടിരിക്കാൻ സാധ്യതയില്ല. പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, ഉടനെ തന്നെ അടുത്ത് തന്നെ അവർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, അത്തരത്തിൽ പരിക്കേറ്റ കേസുകളുണ്ടെങ്കിൽ സാധാരണ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് വിടാറാണ് സാധാരണ പതിവ്. അടുത്തത് അൺകോൺഷ്യസ് കോസസ് വേർ അൺകോൺഷ്യസ് ആൻഡ് കേസസ് വേർ റീസൺ ഓഫ് ഇറ്റ്സ് അൺക്ലിയർ, അബോധാവസ്ഥയിലുള്ള പേഷ്യൻസ്, അവർ ഈ അബോധാവസ്ഥയിലാവാനുള്ള കാരണം വ്യക്തമല്ലാത്ത കേസുകൾ. അത്തരത്തിലുള്ള കേസുകൾ എന്താ മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് പരിഗണിക്കാറുണ്ട്. അടുത്തത് ബ്രോഡ് ഡെഡ് കേസസ് വേർ ക്രിമിനൽ ഒഫൻസസ് സസ്പെക്ടഡ്, മരണപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന ആളുകൾ, അപ്പൊ മരിച്ചുപോയി അവർ വരുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അവിടെ ക്രിമിനൽ ഒഫൻസ് സസ്പെക്ടഡ്, എന്തെങ്കിലും കുറ്റം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ക്രിമിനൽ ഒഫൻസ് സസ്പെക്ടഡ് അല്ലെ. അത്തരത്തിലുള്ള കേസുകളാണെങ്കിൽ അവിടും മെഡിക്കൽ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോവാറുണ്ട്. കേസസ് റെഫേർഡ് ഫ്രം കോർട്ട്, കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന കേസുകൾ. ഇതെല്ലാം മെഡിക്കോ ലീഗൽ കേസസിന് എക്സാമ്പിൾ ആയിട്ടുള്ളവയാണ് കേട്ടോ. അപ്പൊ അത് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. വായിച്ചോ? ക്ലിയർ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഓക്കെ,
ശരി. അപ്പോ മെഡിക്കോ ലീഗൽ കേസസിന്റെ എക്സാമ്പിളുകളും നമ്മൾ പഠിച്ചു. മെഡിക്കോ ലീഗൽ കേസ് എന്താന്ന് പറഞ്ഞു, എക്സാമ്പിളുകളും പഠിച്ചു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് അങ്ങനെ ഡൗട്ട് വരുന്നതൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഇതിൽ നിന്നുള്ളത് തന്നെ ചോദിക്കാറുള്ളൂ കേട്ടോ. ഇൻക്ലൂഡഡ് ആയ രീതി അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനെ വരാറുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മളൊരു സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ മിസ് നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ടെന്ന് അല്ലെ. അപ്പൊ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതില് ജനറൽ ആക്ടുകളുണ്ട്, പൊതുവായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകളുണ്ട്, മിസലേനിയസ് ആക്ട് ഉണ്ട്, ലോ ഓഫ് തോട്ട് എന്നാണ് കേട്ടോ. അവിടെ ഒരു വേർഡ് മിസ്സിംഗ് ആണ്, TORTS. നിങ്ങളുടെ ഉണ്ടോ? കറക്റ്റ് ആണോ? ലോ ഓഫ് എന്ന് വരെ ഉള്ളോ? ഇല്ല. ഇല്ല എങ്കിൽ അവിടെ ഒന്ന് എഴുതി ചേർക്കാം കേട്ടോ. TORTS, തോട്ട്സ്. TORTS, ലോ ഓഫ് തോട്ട്സ് കേട്ടോ. അത് മിസ് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ അത് എക്സ്പെൻസ്, ഇതൊരു നിയമമാണ് കേട്ടോ. നിയമത്തിന്റെ പേരാണ്, നിയമത്തിന്റെ പേരുകളാണ് കേട്ടോ. അപ്പൊ ജനറൽ, അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള നിയമങ്ങളുണ്ട്, ആ മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്, മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകളുണ്ട്, ലോ ഓഫ് തോട്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഇവിടെ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, ഒരെണ്ണം മതി കേട്ടോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത്രയും നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് നമ്മൾ ഇനി ജനറൽ ലെജിസ്ലേഷൻ ഇൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇനി മുഴുവൻ നമ്മൾ ആക്ടുകളെ കുറിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. തോട്ട് കേട്ടോ, TORTS, തോട്ട്. ഓക്കെ. അപ്പൊ അതിലെ ജനറൽ ആക്ടുകളെ കുറിച്ച് പഠിക്കും. അതിനുശേഷം നമ്മൾ ഓരോ ആക്ടുകളായിട്ട് നമ്മൾ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ആക്ടുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ, ഒരുപാട് ആക്ടുകളൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.